Hi everyone, ഞാൻ ബാനർജി ഭാസ്കരൻ from Onward Business Consulting and Training LLP. We are into business consulting and corporate trainings. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ വളരെ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് മാത്രം ആ സ്ഥാപനം സക്സസ്ഫുൾ ആയി മാറുമോ എന്നുള്ളതിനെ കുറിച്ച്. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ആരെയാണ്? നമ്മൾ ഡോക്ടറിനെ അല്ല, നഴ്സിനെ അല്ല, ഫ്രണ്ട് ഓഫീസ് പോലുമല്ല, നമ്മൾ ആദ്യം കാണുന്ന റിസപ്ഷനിസ്റ്റിനെയും അല്ല, മറിച്ച് നമ്മൾ ആദ്യം കാണുന്നത് ആ സ്ഥാപനത്തിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെയാണ്. ഇപ്പോൾ പ്രായമുള്ള അച്ഛനും അമ്മയും അവർ ചെന്നിറങ്ങുമ്പോൾ അവിടെ എങ്ങനെയാണ് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ ആ പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യുന്നത്, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ യഥാർത്ഥ സർവീസ് ഒരു സ്ഥാപനത്തിൻ്റെ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലായാലും സൂപ്പർ മാർക്കറ്റ് ആയാലും ഇതുപോലുള്ള ഏത് സ്ഥാപനങ്ങളായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സെക്യൂരിറ്റി സർവീസിൽ നിന്ന് തന്നെയാണ്. വളരെ ഇനിഷ്യൽ ലെവലിലുള്ള ഒരു പോസ്റ്റാണ് ഇതുപോലെയുള്ള ഹൗസ് കീപ്പിങ്ങും സെക്യൂരിറ്റി സർവീസും എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന വ്യക്തികളാണ് അവരൊക്കെ തന്നെ. അതുപോലെ തന്നെ ഇതേ പേഷ്യൻസ് ഹോസ്പിറ്റലിനുള്ളിലേക്ക് പ്രവേശിച്ചു, റിസപ്ഷനിൽ ചെന്നു, അവിടെ രാജകീയമായ ഒരു വെൽക്കമൊക്കെ കിട്ടി, കാര്യങ്ങളൊക്കെ ഓക്കെ. അതിനുശേഷം ഡോക്ടറെ കാണാനായിട്ട് അവർ പോകുമ്പോൾ വളരെ അവിടെയും ഇവിടെയും ഒക്കെ കുറേ റൂമുകളുണ്ട്, ഇതിലേതാണ് എന്ന് അവർ ചോദിക്കുന്ന ഒരു പക്ഷേ അവിടെ നിൽക്കുന്ന ഹൗസ് കീപ്പിങ്ങിലെ ഒരു എംപ്ലോയിയോടായിരിക്കും. ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ ജോലി ചെയ്യുന്ന ആ വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അല്ലേ. രണ്ട് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. ഒന്നുകിൽ വളരെ മാന്യമായി നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം, ഓക്കെ അവിടെ ചെന്ന് രണ്ടാമത്തെ റൈറ്റാണ്, ഡോക്ടർ അവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറയാം. അതല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ ചോദിക്കാരോടെങ്കിലും എന്നുള്ള രീതിയിലും പറയാം. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ ഒരു കൾച്ചർ രൂപപ്പെട്ടു വരുന്നത്. അത് കസ്റ്റമർ സെൻട്രിക് ആണോ അതോ കസ്റ്റമർ എഗനസ്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. തീർച്ചയായിട്ടും നമ്മളുടെ സ്ഥാപനത്തിലെ ഓരോ വ്യക്തിക്കും നമ്മളുടെ കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഓർമ്മകൾ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് തക്കതായിട്ടുള്ള ട്രെയിനിങ്സ് അവർക്ക് നൽകുകയും ചെയ്യണം. താങ്ക് യു സോ മച്ച്, ബാനർജി ഭാസ്കരൻ.